ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമുക്കറിയാം ഓൺ എക്സാം അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഓൺ എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പം ഈ വീഡിയോയിൽ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഒരു കോൺവെർസേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കോൺവെർസേഷനാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സാമിന് മുന്നേ അറ്റൻഡ് ചെയ്ത് നോക്കണം. കോൺവെർസേഷൻ ഇത് തന്നെ വരും എന്നല്ല പറയുന്നത്, ഇതുപോലുള്ള കോൺവെർസേഷൻ അതുപോലുള്ള ഡിസ്കോഴ്സുകൾ വരാം. അപ്പം നിങ്ങളിതൊരു മോഡലായി കൺസിഡർ ചെയ്ത് ഇതുപോലെ കോൺവെർസേഷൻ എഴുതി നോക്കി പഠിക്കുക. കോൺവെർസേഷനായിട്ട് എടുത്തിരിക്കുന്ന സിറ്റുവേഷൻ നോക്കാം. റിക്കി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ് ആൻഡ് ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി അണ്ടർസ്റ്റുഡ് ഹിസ് മിസ്റ്റേക്സ്, സോ ഹി ഡിസൈഡഡ് ടു അപ്പോളജൈസ് ടു ദ റോബോട്ട്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബോട്ട്. ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. റിക്കി ആ സ്റ്റോറിയുടെ എൻഡ് ആകുമ്പോഴത്തേനും മാക്സിമം എഫിഷ്യൻസി ബോയായി മാറുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യാണ്, റോബോട്ടിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് റിക്കിയും റോബോട്ടും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിക്കി: ഹായ് റോബോട്ട്, ഐ ആം സോറി ഫോർ എവറിത്തിങ്. റോബോട്ട്: വൈ ആർ യു സെയിങ് സോ? റിക്കി: ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഐ തോട്ട് യു ഹാഡ് ബീൻ സ്റ്റീലിംഗ് മൈ തിങ്സ്. Robot: I had not been stealing your things. I was making it useful to others. Ricky: Oh, now I understood my mistakes. I also want to be a maximum efficiency boy like you. Robot: That is a good decision. Of course, I can help you. Ricky: Thank you so much. വളരെ ഷോർട്ടായ രീതിയിലാണ്, പക്ഷേ അതിൻ്റെ അകത്ത് പറയേണ്ട കണ്ടൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കോൺവെർസേഷൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ റിക്കി എന്ത് പറയുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം സോറി പറയാണ്. അപ്പോൾ റോബോട്ട് നീ അതെന്തിനാണ് സോറി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിക്കി പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നീ എൻ്റെ സാധനങ്ങളെല്ലാം കട്ടെടുക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ റോബോട്ട് എന്ത് പറഞ്ഞു, ഒരിക്കലും ഞാനതൊന്നും കട്ടെടുക്കുകയില്ലായിരുന്നു, അതെല്ലാം ഞാൻ ആവശ്യക്കാർക്ക് വേണ്ടി യൂസ്ഫുൾ ആക്കുമായിരുന്നു. അപ്പോൾ റിക്കി പറയുന്നുണ്ട്, ഓക്കെ, എനിക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എനിക്ക് നിന്നെപ്പോലെ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയായി മാറണം. അപ്പോൾ റോബോട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എനിക്കതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിക്കി താങ്ക് യു പറയുന്നു. അപ്പം ആ ഒരു കണ്ടൻറ്റ് അതിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ നീട്ടി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. എഴുതുന്ന കാര്യത്തിൽ കൃത്യമായ കണ്ടൻറ്റ് കൺവേ ചെയ്തിട്ടുണ്ടാവണം. എക്സ്ചേഞ്ചുകളിൽ കൃത്യമായ കണ്ടൻറ്റ് കൺവേ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആ ചോദ്യം ചോദിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ആ ഒരു കോൺവെർസേഷനിൽ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആപ്റ്റായ എക്സ്ചേഞ്ചുകളാണ് വേണ്ടത്. പരസ്പരം പറയുന്ന മറുപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇനി ഇതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കത് തീർച്ചയായിട്ടും എക്സാമിന് ഹെൽപ്ഫുള്ളാവും. അപ്പം വീഡിയോ സ്ഥിരമായിട്ട് കാണുക. താങ്ക് യു.